വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ പുതിയൊരു രാജ്യം പാക് മണ്ണിൽ പിറക്കാൻ പോകുന്നു. ബംഗ്ലാദേശിനെ പോലെ ഈസ്റ്റ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ആയതുപോലെ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പാക് പ്രവിശ്യ അതൊരു രാജ്യമായി പ്രഖ്യാപിക്കപ്പെടാൻ അധിക സമയം വേണ്ടിവരില്ല. ആ പ്രവിശ്യയുടെ തലസ്ഥാനം ക്വറ്റ ഇപ്പോൾ BLAയുടെ പൂർണ്ണമായും അധീനതയിലായിരിക്കുന്നു. അവിടെ നിന്ന് പാക് പട്ടാളത്തിന് പടിയിറങ്ങേണ്ടി വന്നു. അവിടുത്തെ പ്രധാന പ്രോജക്റ്റുകൾ BLAയുടെ അധീനതയിലാകുന്നു. BLA അവിടെ പതാക ഉയർത്തി എന്ന വാർത്തകൾ പാകിസ്ഥാനെ ക്ഷീണിപ്പിക്കുന്നതാണ്. അത്തരം ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടി താങ്ങിക്കൊണ്ട് ഇന്ത്യയെ നേരിടാൻ ഈ രാത്രിയിൽ പാകിസ്ഥാന് കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ നാളെ നേരം വെളുക്കുമ്പോൾ പാകിസ്ഥാനിൽ അവശേഷിക്കുന്നത് എന്താണ് എന്നുള്ള ഒരു ചോദ്യം മാത്രമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ആശ്വാസകരമായ കാര്യം ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട നഗരത്തിലേക്കും കടന്നെത്താൻ പാകിസ്ഥാന്റെ പോർവിമാനങ്ങൾക്കോ ഡ്രോണുകൾക്കോ കഴിഞ്ഞിട്ടില്ല. ഒരു പ്രധാനപ്പെട്ട നഗരങ്ങളും ആക്രമണ മുനമ്പിലല്ല പാകിസ്ഥാന്റെ. അതിനനുസരിച്ചുള്ള പ്രതിരോധം നമ്മൾ തീർത്തിരുന്നു എന്നുള്ളതും അവരെ പരാജയപ്പെടുത്തി തിരിച്ചുവിട്ടു എന്നുള്ളതും നിലത്ത് വെടിവെച്ചിട്ടു പാകിസ്ഥാന്റെ വിമാനങ്ങൾ എന്നുള്ളതും ഇന്ത്യയുടെ സേനയ്ക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. അതിന് കൃത്യമായ മറുപടി പാകിസ്ഥാന്റെ ക്യാപിറ്റൽ സിറ്റിയിൽ ഇസ്ലാമാബാദിൽ അടക്കം നൽകിക്കൊണ്ടാണ് ഇന്ത്യ ഇപ്പോഴും ആ മറുപടി പ്രത്യാക്രമണം തുടരുന്നത്. അഭിലാഷ്, ഇപ്പോൾ ബലൂചിസ്ഥാനിലെ ക്വറ്റയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് പല സർക്കാർ മന്ദിരങ്ങളുടെയും മുകളിൽ ബലോച്ച് നാഷണൽ ആർമിയുടെ ലിബറേഷൻ ആർമിയുടെ BLAയുടെ പതാകകൾ ഉയർന്നിരിക്കുകയാണ്. പാകിസ്ഥാൻ അഭൂതപൂർവമായ ഒരു ക്രൈസിസിലേക്ക് നീങ്ങുകയാണ് എന്ന് പറയാം. ഇന്നാണ് 14 പാക് സൈനികരെ BLA കൂട്ടക്കൊല ചെയ്തത്. അപ്പൊ ക്വറ്റ പൂർണ്ണമായും BLA പിടിച്ചെടുക്കുന്ന സാഹചര്യമാണ്. ഒരു ബലൂച്ച് രാജ്യ രൂപീകരണത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് BLA നടത്തുന്നത്. പാകിസ്ഥാൻ ഒരു ആഭ്യന്തര കലഹത്തിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ BLAയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായ വിവരങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും അവിടെ ദൃശ്യങ്ങൾ ഉണ്ട്. പല ഇടങ്ങളിലും പാകിസ്ഥാൻ പതാകകൾ നീക്കി BLAയുടെ പതാകകൾ സ്ഥാപിക്കുകയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് ക്വറ്റ നഷ്ടമാകുമോ? ഇപ്പോൾ തന്നെ ബലോച്ച് മേഖലയിൽ പലയിടത്തും പാകിസ്ഥാന് നിയന്ത്രണം വളരെ പരിമിതമാണ്. ഇന്ത്യ ഒരു ഭാഗത്ത് പാകിസ്ഥാനെ അടിക്കുന്നതിനിടെ ബലോച്ച് നാഷണൽ ആർമി ഒരു വലിയ മുന്നേറ്റം നടത്തുകയാണ്. ബലോച്ച് ലിബറേഷൻ ആർമി BLAയുടെ ഭാഗത്തു നിന്ന് നടക്കുന്ന കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന്. അതേസമയം തന്നെ അസിം മുനീർ പാകിസ്ഥാൻ സൈന്യത്തിനകത്ത് ആഭ്യന്തര കലഹം നേരിട്ടുകൊണ്ടിരിക്കുകയുമാണ്. പാകിസ്ഥാൻ സൈന്യത്തിൽ പ്രശ്നം, പാകിസ്ഥാനിൽ ആഭ്യന്തര പ്രശ്നം. അതിനിടയിലാണ് ഇപ്പോൾ പല നഗരങ്ങളിലും ബ്ലാക്കൌട്ട്. ഇസ്ലാമാബാദ് അടക്കമുള്ള വിവിധ നഗരങ്ങളിൽ, ഇസ്ലാമാബാദും കറാച്ചിയും അടക്കമുള്ള വിവിധ നഗരങ്ങൾ ആക്രമണ മുനമ്പിലാണ്. എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ വിശദമായ വിവരം നാളെ നേരം വെളുക്കുമ്പോൾ ഇതിന്റെ ദൃശ്യങ്ങളും മറ്റുമൊക്കെ വരുമ്പോൾ മാത്രമേ നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ വളരെ വലിയ ആക്രമണം പാകിസ്ഥാൻ നേരിട്ടു. ഡ്രോൺ വഴിയുള്ള ആക്രമണം നേരിട്ടു എന്നുള്ളത് വ്യക്തമാണ്. ഇന്ത്യൻ നാവികസേന അറബിക്കടലിൽ സജ്ജമാണ്, തയ്യാറാണ് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതാണ്. അങ്ങനെ പാകിസ്ഥാൻ ഉണ്ടാക്കിയ പ്രകോപനത്തിന് 10 ഇരട്ടിയായി തിരികെ വാങ്ങുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതേസമയം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നടത്തിയിട്ടുള്ള ആക്രമണം പൂർണ്ണമായും പരാജയപ്പെട്ടു. ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം, ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം S-400 ട്രയംഫ് അതിനെ നിർവീര്യമാക്കി, പൂർണ്ണമായും ന്യൂട്രലൈസ് ചെയ്തു. ഇന്ത്യയിൽ ആൾനാശം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഒരു കെട്ടിടത്തിന് പോലും നാശമുണ്ടായിട്ടില്ല. പാകിസ്ഥാൻ മിസൈലുകൾ തൊടുത്തു, പാകിസ്ഥാൻ ഡ്രോണുകൾ വർഷിച്ചു. പക്ഷേ ഒന്നിലും ഒരു തരത്തിലുമുള്ള ഒരു കുഴപ്പവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല.